2b square plus nc3 a n minus 3 b cube plus etc. 2 plus nc n minus 1 ab n minus 1 plus ncn bn. ncn b raised to n. Okay, good. Okay, ncn b raised to n. എത്ര ടേംസ് ഉണ്ട് അൽസാഫിന്റെ എക്സ്പാൻഷനകത്ത്? n plus 1 number of terms അല്ലേ? n plus 1 ടേംസ് കേട്ടോ. എക്സ്പാൻഷനകത്ത് n plus 1 ടേംസ് ആണ് വരുന്നത്. a plus b the whole raised to n ന്റെ എക്സ്പാൻഷനകത്ത് n plus 1 ടേംസ് ഉണ്ടായിരിക്കും. then എക്സ്പാൻഷൻ ഒന്നുകൂടെ ഒന്ന് കേൾക്കട്ടെ അഫീസ. a plus b raised to n. A plus b all raised to n is equal to nc0 a raised to n plus nc1 a raised to n minus 1 b plus nc2 a raised to n minus 2 b square plus nc3 a raised to n minus 3 b cube etc nc n minus 1 a b n minus 1 nc n b ncn b raised to n കേട്ടോ. ncn b raised to n ആണ് ബൈനോമിയൽ തിയറം. അതിനുശേഷം നമ്മൾ നെഗറ്റീവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ സമയം കഴിഞ്ഞത് അല്ലെ. a minus b the whole raised to n, a minus b the whole raised to n. അതെങ്ങനെ എഴുതാന്നാ പറഞ്ഞേ? അതിന്റെ ടെക്നിക്കോടെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു, എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. a minus b the whole raised to n സെയിം ടേംസ് ആണ് കേട്ടോ. സെയിം ടേംസ് ആണ്. ടേംസിന് യാതൊരുവിധ മാറ്റവും ഇല്ല. അത് പിന്നെ എന്താ മാറ്റം വരുന്നത്? സൈൻ പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് മാറും. ഓൾട്ടർനേറ്റീവ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് മാറും കേട്ടോ. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഞാൻ എഴുതാം അത് ആദ്യം. a plus b the whole raised to a minus b the whole raised to n. അതിനുശേഷം നിങ്ങൾ എഴുതിയാൽ മതി. ഒരു സെക്കൻഡ്. Okay, a minus b the whole raised to n. a minus b the whole raised to n equal to എന്തൊക്കെയായിരിക്കും ടേംസ്? ഒന്ന് പറഞ്ഞു തന്നെ ജമീലത്തെ. nc0 nc0 a raised to n a raised to n. Okay, nc0 a raised to n minus മൈനസ്. ആദ്യത്തേത് പോസിറ്റീവ്, രണ്ടാമത്തെ മൈനസ് കേട്ടോ. മൈനസ് nc1 a raised to n minus 1 b a raised to n minus 1 b plus nc2 a raised to n minus 2 a raised to n minus 2 b square Okay, b square. പിന്നെയോ minus nc3 a raised to n minus 3 a raised to n minus 3 b cube. b cube. ആദ്യത്തേത് പോസിറ്റീവായി പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പ്ലസ് എക്സെട്രാ then എന്തായിരിക്കും അടുത്ത? മൈനസ് nc n minus 1 മൈനസ് നോക്കാം. nc ടൈം പറഞ്ഞേ. nc n minus 1 nc n minus 1 a b raised to n minus 1 b raised to n minus 1 plus ncn b raised to n. ശരി, അതിന്റെ സൈൻ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. ജമീലത്തെ സൈൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ സൈൻ കൊടുത്തിട്ടില്ല. അത് ആ പവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. a plus b the whole raised to n, ആ എന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് സൈൻ വരുന്നത്. നമ്മളെ അത് ബാധിക്കില്ല കേട്ടോ. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. റേസ് ടു 5 എന്നോ റേസ് ടു 6 എന്നോ റേസ് ടു 3 എന്നോ ഒക്കെ ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് അങ്ങനെ കൊടുത്തു നിർത്താം. ഈ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ ഇതിന്റെ സൈനിനെ തീരുമാനിക്കുന്നത് ഇവിടെ
NC0 അല്ലേ? ശ്രദ്ധിച്ചിരിക്കട്ടോ മക്കളെ. NC0 എന്ന് പറഞ്ഞാൽ എഴുതണ്ട കേട്ടോ, കണ്ടിരിക്കുക. NC0 ആദ്യത്തെ ടേമിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ -1/0. എന്താ -1/0? -1/0യുടെ വാല്യൂ എത്രയാ? -1/0 എത്ര? എത്രയാ സാറാ -1/0? 1. എനിത്തിങ് റേസ് ടു 0 ഈക്വൽ ടു 1. ഇത് പോസിറ്റീവ് ആയിട്ടോ. ദെൻ -1/1 -1/1 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എന്താ മോനെ -1/1? -1 തന്നെയല്ലേ? -1 അതാണ് നെഗറ്റീവ് ആയിട്ടോ. അതെ -1 ഇവിടെ ഉണ്ടോ? ഈ 0 -1/0 പോസിറ്റീവ് ആയി, -1/1 നെഗറ്റീവ് ആണ്. അടുത്തതിനകത്ത് -1² NC2ന്റെ മുമ്പിലെ -1ന്റെ സ്ക്വയറാ. എന്താ -1ന്റെ സ്ക്വയർ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ -1ന്റെ സ്ക്വയർ? എന്താ ആദ്യ? അവളെ കേട്ടില്ല. പോസിറ്റീവ് -1ന്റെ സ്ക്വയർ പോസിറ്റീവ് ആണ്. ദെൻ സെക്കൻഡ്. ഓക്കെ. ദെൻ അടുത്ത ടേം വരുമ്പോണ്ടല്ലോ, അടുത്ത ടേമിന്റെ സൈൻ തീരുമാനിക്കുന്നതാണ്. ഇവിടെ 3 അല്ലേ? അപ്പൊ -1ന്റെ ക്യൂബ് -1³ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിന്റെ മുമ്പിലത്തെ സൈൻ കൃത്യമായിട്ട് നമുക്ക് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതാ എന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ അവസാനത്തെ ടൈം ചിലപ്പോൾ പ്ലസ് ആയിരിക്കാം, ചിലപ്പോൾ മൈനസ് ആയിരിക്കാം. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അവസാനത്തെ ടൈമേ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം. അത് തീരുമാനിക്കുന്നത് ഈ -1ന്റെ പവർ ആണ്. -1/n - 1. ഇവിടെ n - 1 ആയിട്ട് n - 1 പ്ലസ് -1/n. ഈ -1/n നെഗറ്റീവ് ആണെങ്കിൽ ആ ടൈം നെഗറ്റീവ് ആയി പോകും. -1/n പോസിറ്റീവ് ആണെങ്കിൽ ആ ടൈം പോസിറ്റീവ് ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞുതരാം എന്താ വ്യത്യാസം എന്ന്. a-b² എന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ പറഞ്ഞാലോ, a-b². എന്താ a-b²? എന്താ അസ്ലം റഷീദേ? a-b². NC ഒന്നും വേണ്ട, NC ഒന്നും വേണ്ട. നമ്മൾ ബൈഹാർട്ട് ചെയ്യണ ഫോർമുല ഇല്ല, അതങ്ങ് പറഞ്ഞോ. a² -2ab plus b². അപ്പൊ ഇവിടെ ആദ്യത്തെ ലാസ്റ്റ് ടൈം പോസിറ്റീവ് ആട്ടോ, കണ്ടോ? ഇനി a-b² എടുത്താലോ? a³ -3a²b plus 3ab² minus b³. ഇത് ഇവിടെ അവസാനത്തെ ടൈം നെഗറ്റീവാ. പറഞ്ഞു മനസ്സിലായോ? അതായത് പവറിനെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ അവസാനത്തെ ടൈം പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ അവസാനത്തെ ടൈം നെഗറ്റീവ് ആയിരിക്കും. ആ പവർ തീരുമാനിക്കുന്നത് -1/n ആണ് കേട്ടോ. സൈൻ തീരുമാനിക്കുന്നത് -1/n. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നമ്മളെ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും തരുന്നത്, 5 or 6 എന്നൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പ്രോബ്ലത്തിൽ നമ്മളത് ബാധിക്കില്ല. അപ്പൊ അവസാനത്തെ ടൈം നെഗറ്റീവ് എന്നോ അവസാനത്തെ ടൈം പോസിറ്റീവ് എന്നോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. അതാ എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു n ഈവൻ നമ്പർ ആണെങ്കിൽ അവസാനത്തെ പോസിറ്റീവ് ആയിരിക്കും, n ഓഡ് നമ്പർ ആണെങ്കിൽ അവസാനത്തേത് നെഗറ്റീവും ആയിരിക്കും. മനസ്സിലായോ? n ഈവൻ നമ്പർ ആണെങ്കിൽ ഈ -1/n എന്ന് പറഞ്ഞാൽ n ഈവൻ ആണെങ്കിൽ -1/n എന്ത് വരും? പോസിറ്റീവ് ആവും. n ഈവൻ ആണെങ്കിൽ -1/n. n ഓഡ് ആണെങ്കിലോ ഇത് നെഗറ്റീവും ആയിരിക്കും. അത് ഈവനോ പോസിറ്റീവോ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ -1/n എന്ന സൈനോടെ കൊടുത്താർന്നാൽ മതി ജനറൽ ആയിട്ട് എഴുതുമ്പോൾ. എഴുതി വെച്ച് ഫോർമുല a-b² ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. a-b² n ഈക്വൽ ടു a-b²n. നിങ്ങൾ എഴുതുമ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പോയാൽ മതി. നമ്മളോട് ഒരു ഫൈനൈറ്റ് നമ്പറേ ചോദിക്കുള്ളൂ. ഒരു ഫൈനൈറ്റ് നമ്പറാണ് നമ്മളോട് ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല. എന്നാലും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണിത്.
കഴിഞ്ഞോ? a plus b the whole a minus b the whole raised to n. a minus b the whole raised to n. a minus b the whole raised to n. കഴിഞ്ഞല്ലേ? ശരി, അങ്ങനെയെങ്കിൽ തന്നെ എഴുതണം കേട്ടോ. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ എഴുതണം. അടുത്തായിട്ട് എഴുതിക്കൊള്ളുക 1 plus x the whole raised to n. നടുക്ക് പ്ലസ് ആട്ടോ, അപ്പൊ ഒന്നും ശ്രദ്ധിക്കാനില്ല, എല്ലാ ടൈമും പോസിറ്റീവ്. 1 plus x, ആ എക്ക് പകരം 1 ആക്കി ബിക്ക് പകരം എക്സ് ആക്കി എന്നുള്ളൂ കേട്ടോ. എക്ക് പകരം 1ഉം ബിക്ക് പകരം എക്സ് ആയെന്നുള്ളൂ. ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ടാ. 1 plus x the whole raised to n. ഒന്ന് പറഞ്ഞേ മിറനെ. 1 plus x the whole raised to n. ഇപ്പൊ നമ്മൾ മേളിൽ എഴുതിയേക്കണ ആ ഫോമിലാണ് എഴുതണ്ടേ? എനിക്കറിയില്ല ഇപ്പൊ മുകളിൽ എഴുതിയേക്കണ ഫോർമുലയാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ മുകളിൽ എഴുതിയേക്കണ ഫോർമുല എന്നതായിരുന്നു? അത് a minus b the whole square. a minus b the whole square അല്ല, raised to n sorry. a minus b raised to n. ഇവിടെ ആ ഫോർമുലയാണോ കിടക്കണേന്ന് നോക്കി. ഇത് a plus b whole raised to n കിടക്കണേ. അപ്പൊ അത് അപ്ലൈ ചെയ്യണം കേട്ടോ. 1 square plus 1 സ്ക്വയറോ? അല്ല, 1 raised to n. 1 raised to n അത്ര അല്ലല്ലോ ഉള്ളൂ. അതിന് മുമ്പത്തെ കാര്യമൊക്കെ പറഞ്ഞേ, ഫുള്ള് പറഞ്ഞോ. n c0 n c0 അതൊക്കെ എഴുതിയിട്ട് അടുത്തതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. n c0 1 raised to n 1 raised to n plus n c1 1 raised to n minus 1 1 raised to n minus 1 x plus n c2 a raised to x raised to n 1 raised to n minus 2 1 raised to n minus 2 x square plus n c3 1 raised to n minus 3 okay x cube etc. അവസാനത്തെ പറഞ്ഞാൽ മതി. n c 1 n minus 1 n c n എഴുതി. ഇനി എന്താ? minus 1 minus 1 plus 1 ആണ്. എന്താ പറഞ്ഞേ? n c n minus 1 1 into x n minus 1 അല്ലേ തന്നെ? n c n minus 1 താഴെ n ന്റെ താഴെ minus 1 അല്ലേ വന്നേ? ഞാൻ അതാ പറഞ്ഞത്, ലാസ്റ്റ് ടൈം പറഞ്ഞാൽ മതി എന്ന്. മറ്റേ ഏറ്റവും ലാസ്റ്റത്തെ n c 1 അങ്ങനെ രണ്ട് ലാസ്റ്റ് ഉണ്ടോ? ഏറ്റവും ലാസ്റ്റത്തെ, അതിന് മുമ്പത്തെ ലാസ്റ്റത്തെ, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ? അല്ല ഓക്കെ. n c n x raised to n n c n x raised to n n c n x raised to n. ശരി, n c n x raised to n. n c 0 1 ആണ് കേട്ടോ. n c n n ആണ്. ഞാൻ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. n c 0യുടെ വാല്യൂ എത്രയാ? ആരാ പറഞ്ഞു തന്നെ? n c 0 എന്താ ഫിദ? n c 0 1 വരും അല്ലേ? 1 raised to n ഇതാ 1 raised to n എന്നാണോ? 1 raised to n എത്രയാണ്? 1 raised to n എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? 1 into n 1 into n n 1 raised to n. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 into 2 എന്നാണോ?
1-നെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടും? 1-നെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താ n into 1 എനിക്കറിയില്ല. 1-നെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. എഴുതി നോക്കിയേ, 1-നെ n ടൈംസ് എഴുതിക്കേ. കുറച്ച് പ്രാവശ്യം എഴുതിയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എന്നെ കിട്ടണേന്ന്. n ടൈംസ് മിറ്റ് എഴുതണ്ട, അവർ 5 പ്രാവശ്യം എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എന്നെ കിട്ടണേന്ന്. എന്നെ കിട്ടിയേ? ഇതാ പെട്ടെന്ന് പറ. എന്നല്ലേ എന്നോ? അതെങ്ങനെയാ? വൺ റേസ്റ്റ് 5 എത്രയാ ഫിദ? 1/5 1 1/10 1 1/100 എത്രയാ? 1 1/n എത്രയാ? 1 1/n 1 ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം 1 ആണ്. NC0 1 ആണ്, 1/n 1 ആണ്. പ്ലസ് NC1 എന്ത് വരും? NC1 ഷാഹിൻ ഷാ, NC1-ന്റെ വാല്യൂ എന്താ ഷാഹിൻ ഷാ? NC1 അല്ലേ? 1 NC1-ന്റെ വാല്യൂ ആൽഫിയ സുനിൽ അല്ല, NC1 n. NC1 equal to n into 1/n. സോറി 1/n - 1. എന്തൊരു ആൽഫിയ സുനീറെ 1/n - 1? 1 തന്നെ. 1-ന്റെ എന്ത് പവർ വന്നാലും 1 ആയിരിക്കുന്നേ. 1-ന്റെ എന്ത് പവർ വന്നാലും 1 ആണ്. അപ്പൊ n into x എന്ന് വരും. അടുത്ത NC2 എത്രയാ? NC2 ആദിൽ ജമാലെ, NC2 NC2 എന്നാണോ? അല്ലടാ, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ എല്ലാം അങ്ങനെ പറഞ്ഞെങ്ങനെ ശരിയാവണത്? നമ്മൾ ഇത് എന്തോ ഒരു സമയം എടുത്ത് പഠിപ്പിച്ചതാ കഴിഞ്ഞ ദിവസം. NC2 ഞാൻ കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എളുപ്പമാർഗത്തിൽ കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചു. n into n minus 1 by 1 into 2. അതിനകത്ത് നീ n എന്ന് പറഞ്ഞാൽ ശരിയാവൂടാ. n into n minus 1 by 1 into 2 2. 1/n - 2 1 ആണ്. x square പ്ലസ് NC3 എന്ത് വരും ലുക്മാനെ? n cube by 3 അല്ല n cube by 6. n cube by 6 അതെങ്ങനെയാ കിട്ടിയത്? അല്ല n into n minus 1 into n minus 2 n into n minus 1 into n minus 2 by 1 into 2 into 3 6 അല്ലേ? x cube പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടൈം NCN എന്താ അൻസാഫെ? NCN n തന്നെ NCN അല്ലേ? NCN equal to, ഞാൻ പേര് കുറിച്ച് കേട്ടോ, അല്ലാണ്ട് ഇപ്പൊ വേറെ മാർഗമില്ല. ഞാൻ പ്രത്യേകം പറഞ്ഞ ഇതോടെ പഠിച്ചിട്ടിരിക്കണം എന്നുള്ളത്. എന്നിട്ട് മുഴുവൻ തെറ്റാ വിളിച്ചു പറഞ്ഞത്. എല്ലാവരും തെറ്റാ വിളിച്ചു പറഞ്ഞത്. ഇനി ഈ കാര്യങ്ങൾ വെച്ചാണ് ബാക്കി ചെയ്യാൻ കിടക്കണത്. NCN-ന്റെ വാല്യൂ എന്താ ആൽഫിയ? വി ആർ NCN ആൽഫിയ വി ആർ 1. NCN equal to 1 into x raised to n. എഴുതിക്കോളൂ കേട്ടോ. അതിനുശേഷം ഇതുപോലെ തന്നെ 1 minus x raised to n കണ്ടുകൊള്ളുക. 1 minus x raised to n കാണുക. അതിനുശേഷം ആൻസർ എഴുതിയാലും മതി കേട്ടോ. ഇത്ര സ്റ്റെപ്പ് എഴുതണമെന്നില്ല, ആൻസർ മാത്രം എഴുതിയാലും മതി.
1 മൈനസ് എക്സ് റേസ് ടു എൻ. സ്റ്റെപ്പ് എഴുതുന്നത് എഴുതിക്കൊള്ളുക, അല്ലാത്തൊരു ആൻസർ മാത്രം എഴുതുക. 1 മൈനസ് എക്സ് റേസ് ടു എന്നിന്റെ (1 minus x raised to n). ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള കേട്ടോ, എക്സ്പാൻഡ് ചെയ്യാനാണ് നമുക്കിനി പഠിക്കാനുള്ളത്. (1 minus x raised to n) പറഞ്ഞ ആൽഫിയ സുനീർ. NC0. NC0 ഒരു സെക്കൻഡ്. പറഞ്ഞോ. അത് വേണമെന്നില്ല, അവളെ മുഴുവൻ സ്റ്റെപ്പും വേണമെന്നില്ല, ആൻസർ മാത്രം മതി എനിക്ക്. ആൻസർ മാത്രമായിട്ടെങ്കിൽ പറഞ്ഞോ, അത് പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല. 1 plus x raised to n ഇല്ലേ, പ്ലസ് മാറിയിട്ട് നടുക്ക് മൈനസ് ആയെന്നല്ലേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ അതെല്ലാം മുഴുവൻ കണ്ടുപിടിക്കണത്? രണ്ടും സെയിം ആണ്. അതല്ലേ, അതാണ്, അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇത് എഴുതുന്നത്. പറഞ്ഞോ. അത് വേണ്ട മോളെ, അതൊന്നും വേണ്ട. 1 minus nx plus n into n minus 1 by 2 n into n minus 1 by 2 x square minus n into n minus 1 n into n minus 2 by 6 x cube plus etc. plus last time xn x raised to n അല്ല, ലാസ്റ്റ് ടൈം എക്സ് റേസ് ടു എൻ അല്ല. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ലാസ്റ്റ് ടൈം? എങ്ങനെയാ ആൽഫിയ പ്ലസ് ആന്ന് പറഞ്ഞേ? അത് പോസിറ്റീവ് ആയ എങ്ങനെയാ? ഇടവിട്ട് പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ വന്നേക്കണേ, അപ്പൊ അത് നെഗറ്റീവ് ആവാൻ പാടില്ലേ? എങ്ങനെ പോസിറ്റീവായി? എന്തോ എങ്ങനെ പോസിറ്റീവായി? അറിയില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചല്ല ക്ലാസ്സിലിരിക്കണം എന്നാണ് എന്റെ അർത്ഥം. ഞാൻ ഇന്ന് വന്നിട്ട് അതാണ് പഠിപ്പിച്ചത്. ആൽഫിയ ഞാൻ കേട്ടില്ലായിരുന്നു, എന്റെ നെറ്റ് ഇഷ്യൂ കാരണം. ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, എന്തായിരിക്കും ആൻസർ? റിസ്വിൻ ലാസ്റ്റ് ടൈം -1 n raised to -1 -1 n raised to -1 അല്ല n -1 -1 raised to n -1. ഏറ്റവും അവസാനത്തെ ടേമാണ് ഞാൻ ചോദിക്കുന്നത്, സെക്കൻഡ് ലാസ്റ്റ് ടേം അല്ല. നിങ്ങളെ ഒന്നും കാണിച്ചു തരാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ടൈമോട് അധികം വന്ന സ്റ്റൈല് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇപ്പൊ അത് പറയണത്. എടാവേ, ഒരു കാര്യം പറഞ്ഞെന്ന് ഓർത്ത് അത് തന്നെ ഉപയോഗിക്കില്ല. ഇവിടെ ആവശ്യമായ കാര്യങ്ങൾ നോക്കിയെടുത്ത് ഉപയോഗിക്കുക. ഞാൻ ലാസ്റ്റ് ടൈമാണ് ചോദിക്കണത്. -1 raised to n -1 raised to n അതാണ് സൈനിനെ തീരുമാനിക്കുന്നത്. എക്സ് റേസ് ടു n. ഈ -1 raised to n ചിലപ്പോ പോസിറ്റീവ് ആയിരിക്കാം, ചിലപ്പോ നെഗറ്റീവ് ആയിരിക്കാം കേട്ടോ. അതനുസരിച്ചാണ് സൈൻ വരുന്നത്. -1 raised to n ചിലപ്പോൾ പോസിറ്റീവ് ആകാം, അത് എന്നിനെ ആശ്രയിച്ചിരിക്കും, എന്നിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. -1 raised to n ചിലപ്പോൾ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവ് ആകാം. നമുക്ക് ഉറപ്പായിട്ട് അത് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പറയാൻ പറ്റില്ല കേട്ടോ. എന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് വാല്യൂ വരുന്നത്. ശരി, എക്സസൈസിലേക്ക് വരെ. എക്സസൈസ് 8.1
എക്സസൈസ് 8.1 ഓരോ ക്വസ്റ്റ്യനും എടുത്ത് ചെയ്തോളുക. First question, exercise 8.1 first question, 1 minus 2x the whole raised to 5. 1 minus 2x the whole raised to 5. 1 minus 2x the whole raised to 5. സർ ഞാൻ ലേറ്റ് ആയിരുന്നു ജോയിൻ ചെയ്തപ്പോ. അപ്പൊ എന്താ പറഞ്ഞത് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാമോ? അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ലാസ്റ്റ്. ഓക്കെ സർ. 1 minus 2x the whole raised to 5. 1 minus 2x the whole raised to 5. minus 2x the whole raised to 5. വേണമെങ്കിൽ a plus b the whole raised to 5 എഴുതണോ? എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ? അത് എഴുതാണ്ട് ഒറ്റയടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യോ? ഏതാ നിങ്ങൾക്ക് സൗകര്യം? a plus b the whole raised to 5 എന്ന ഫോർമുല എഴുതണോ? ഞാൻ തൽക്കാലം എഴുതാം. നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് തീരുമാനിച്ചോളൂ കേട്ടോ. a plus b the whole raised to 5 എഴുതിയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോറി, a plus b അല്ല, ഇവിടെ a minus b ആട്ടോ. a minus b 1 മൈനസ് എന്നാണ് കിടക്കുന്നത്. 1 മൈനസ് ആണ് കിടക്കുന്നത്. അപ്പൊ അത് എഴുതാം. a minus b the whole raised to 5. a minus b the whole raised to 5 equal to, പറഞ്ഞു തന്നെ, ആരാ പറയണത്? അംജിത്തെ, a minus b the whole raised to 5. ഫോർമുല പറഞ്ഞോടാ. ബൈനോമിയൽ തിയറം ഫോർമുല പറഞ്ഞോളുക. മുഴുവൻ പറയണം ആദ്യം മുതൽ. അച്ഛാ ഇവിടെ 5ന്റെ കേട്ടോ, ഇതനുസരിച്ചുള്ള പറഞ്ഞാൽ മതി. ഇവിടെ n എത്രയാ? ഇവിടത്തെ n എത്രയാന്നാ? ഈ 1 minus 2x-ലാണോ n എത്രയാന്ന് വെച്ചാ? അതെങ്കിൽ അത് പറഞ്ഞാലും മതി. അത് പറഞ്ഞാലും മതി. എടാ n നമ്മൾ എവിടെ ഇട്ടേക്കണത്? നീ ഇപ്പൊ പറയാൻ പോണേതാ? a minus b raised to n അല്ലെങ്കിൽ a plus b raised to n പവർ അല്ലേ? നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ എത്രയാ? ഇവിടെ 5 raised to 5 അല്ലേ? അപ്പൊ എന്നിന് പകരം 5 അല്ലേ? ഇത് എഴുതാൻ പോയപ്പോ അതിലും വലിയ പ്രശ്നം. വേണമെങ്കിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇത് എഴുതണോ മക്കളെ? എന്നാ ചെയ്യണ്ടേ? a minus b the whole raised to 5 എഴുതണോ? അത് ഡയറക്റ്റ് കൊടുക്കണോ? ഈ കുറച്ച് കഴിയുമ്പോൾ രണ്ടും കൂടെ എഴുതി വെക്കും. ചിലപ്പോ ഡയറക്റ്റ് കൊടുക്കാം. അതായിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറെ അടുത്ത് എയും വരും, കുറെ അടുത്ത് 1ഉം വരും, കുറെ അടുത്ത് എക്സും വരും. മൊത്തം എയും ബിയും 1ഉം എക്സും എല്ലാം കൂടെ ആയി കഴിയും ചിലപ്പോൾ. ഇത് വേണ്ട, ഞാൻ ഈ തൽക്കാലം ഈ ഫോർമുല ഞാൻ ഉപേക്ഷിച്ചു കേട്ടോ. ഈ ഫോർമുല ഞാൻ ഉപേക്ഷിച്ചു. ഇത് എഴുതണില്ല, ഡയറക്റ്റ് എഴുതുക. ഈക്വൽ ടു പറഞ്ഞോ അംജിത്തെ. ഇവിടെ n5 ആണ്. n5 5c0. 5c0 ഞാൻ എഴുതാട്ടോ. കണ്ടിരുന്നാ മതി. എഴുതിക്കോളാം. കണ്ടിരിക്കുക. 5c0 1 raised to 5 പ്ലസ് ഓക്കെ. അവിടെ ആദ്യത്തെ ടൈം കഴിഞ്ഞു കേട്ടോ. 5c0 1 raised to 5 ആദ്യത്തെ ടൈമില് കഴിഞ്ഞില്ലടാ. കഴിഞ്ഞു. മൈനസ്. അടുത്തത് മൈനസ്. ശരി, മൈനസ്. ഇവിടെ നടുക്ക് മൈനസ് ആയതുകൊണ്ട് മൈനസ്. പറഞ്ഞോ. 5c1 1 5 minus 1 raised to 5 അല്ല 1 raised to 4. അതിന്റെ പവർ ഓരോന്ന് കുറഞ്ഞു പോകണം. 1 raised to 4 1 raised to 4 2x ഒരു ബ്രാക്കറ്റിൽ കൊടുത്തേക്കാം കേട്ടോ. 2x. അടുത്തത് പ്ലസ് nc2 5c2 5c2 1 3 b raised to 3 2x square
ആ നാക്ക് വഴങ്ങണില്ലോടാ. പ്ലസ് 5c3 5c3 1 square 2x cube 2x ക്യൂബ്. ശരി, തെറ്റിയിലോടാ, തെറ്റിയില്ലോ. അല്ല, സൈൻ നോക്കി. മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ഇവിടെ മൈനസ് അല്ലേ? മൈനസ്. ഇവിടെ മൈനസ് ആട്ടോ, മൈനസ്. അടുത്തതാ ഇനി ഏതാ സൈൻ? ഇനി പ്ലസ് പറഞ്ഞോ. പ്ലസ് 5c4 1 2x4 2x raised 4 മൈനസ് അല്ലേ? പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. നോക്കിക്കോളൂ കേട്ടോ, സൈൻ മാറിപ്പോരുത്. മൈനസ് ഏത് വരും? 2x 5c4 2x 5c4 ഇനി അല്ല 5c5 2x 2x 5 raised 5. ഓ, അധികം നാളത്തൊന്നും ഇത്രയും പണി എടുത്തിട്ടില്ലല്ലേടാ. ശരി, ബാക്കി നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു കേട്ടോ. എന്നിന് പകരം 5 ആണ്, എന്നിന് പകരം 5, എക്ക് പകരം 1, ബിക്ക് പകരം 2x ആണ്. നടുക്ക് മൈനസ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആയിരിക്കും. പ്ലസ് മൈനസ്. ഇനി ഇതിന്റെ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചാൽ മതി. ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി കേട്ടോ, വേറെ കാര്യമൊന്നുമില്ല. സിംപ്ലിഫൈ ചെയ്താൽ മതി. ഞാൻ ചെയ്യാം, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി, നിങ്ങൾ ധൃതി പിടിക്കണ്ട. ഞാൻ ചെയ്യാം ഇതേതായാലും. ഇനി എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. 5c0 ഈക്വൽ ടു, ഇതിന്റെ വാല്യൂ ഒക്കെ കാണാപ്പാടം പഠിച്ചു വെക്കുക കേട്ടോ, അല്ലെങ്കിൽ സൈഡ് ചെയ്ത് നോക്കിയിട്ട് എഴുതുക. ഇവിടെ തന്നെ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ വൃത്തികേടാവും. 5c0 എത്രയാ? 5c0യുടെ വാല്യൂ എത്രയാ ഫർഹാനെ? 1. c0 1 ആയിരിക്കും. അവസാനത്തേത് എന്തായിരിക്കും? 1 ആയിരിക്കും കേട്ടോ. c0 1 ആണെങ്കിൽ nc1 എന്ന് പറഞ്ഞാൽ n ആയിരിക്കും. nc1 n, അതുപോലെ nc(n - 1) n ആയിരിക്കും. അത് നമുക്ക് നോക്കാം. ഇവിടെ 5c0 1 ആണ്. 1 into 1 raised to 5. 1 raised to 5 എത്ര വരും? 1. 5c0 1 ആണ്. 1 raised to 5 1 ആണ്. ഞാൻ 2 ഇട്ടു എന്നുള്ളൂ കേട്ടോ. 1 into 1 1 എന്ന് കിടന്നാലും മതി. മൈനസ് 5c1ന്റെ വാല്യൂ എത്ര വരും? എത്ര വരണേ? 5c1 5. 1 raised to 4 1 into 2x plus 5c2 എത്ര ആൻസർ? 10. 5 into 4 by 1 into 2 ട്ടോ. 5 into 4 20 by 1 into 2 10. പെട്ടെന്ന് കണ്ടുപിടിച്ചോളാം, അല്ലെങ്കിൽ സൈഡിൽ വല്ലതും ചെയ്ത് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 ആണ് 5c2. 10 into 1 cube 1 ആണ്. 2x-ന്റെ സ്ക്വയർ എന്ത് വരും? 2x-ന്റെ സ്ക്വയർ എന്താ ആമിന? 2x the whole square. പറഞ്ഞോ ആമിന. ആമിന സയ്യിദ് മുഹമ്മദ്, ഒന്നും കേൾക്കാൻ പാടില്ല. എനിക്ക് ആകെപ്പാടെ സാറെന്നുള്ള വിളി മാത്രമേ കേൾക്കാമുള്ളൂ. അതെനിക്ക് കേൾക്കാൻ പറ്റണ്ടല്ലോ. ആമിന ബാക്കി പറഞ്ഞൊന്നും കേൾക്കാൻ പാടില്ല. 4x square ആണ് സാർ. 4 അത് കണ്ടുപിടിക്കാനാണ് എത്ര നേരം എടുത്തത്? 4x square മൈനസ് 5c3 എത്ര ഇർഫാനെ? 5c3 തന്നെയാ. 5c3 5c2 ഒന്നാട്ടോ. 5c3യും 5c2യും ഒന്നാണ്. നമ്മൾ ഇന്നലെ പഠിച്ചങ്ങനെ NCR equal to NCn minus r. 10 തന്നെയാണ്. 10 1ന്റെ സ്ക്വയർ 1 ആണ്. 2x-ന്റെ ക്യൂബ് എത്ര വരും? എത്രയാ ആമിന 2x-ന്റെ ക്യൂബ്?
അമിന പെട്ടെന്ന് പറഞ്ഞു ഇതിന്റെ ഉത്തരം 2x-ന്റെ ക്യൂബ് എത്രയാ? എന്താ മൂവാതെ? 8x cube. 8x square അല്ലേ സർ? 8x ക്യൂബ്. 8 സാർ 8x square അല്ലേ? 8x സ്ക്വയർ അവിടെ എങ്ങനെയാ? ക്യൂബ് അല്ലേ കാണുന്നത്? 2 ക്യൂബ് 8, എക്സിന്റെ ക്യൂബ് എക്സ് ക്യൂബ്. Then അടുത്ത ടേം പ്ലസ് 5c4. സോറി സർ. 5c4 എത്ര റിസ്വിനെ? 5c4 5. 5c4 ഉം 5c1 ഒന്നും കേട്ടോ. അത് തിരിച്ചു പോയാൽ നീന്തോ 1 5 ആയി 10 ആയി. ഇനി വീണ്ടും തിരിച്ചു വരിക. 10 5 1ലേക്ക് വരും. 5c4 5. 5 into 1 into 2x raised to 4 16x raised to 4 minus 5c5 അമ്മാനെ 5c5 1 2x raised to 5 ഓടാ 2x raised to 5 32x raised to 5 അല്ലേ? 32x raised to 5 കേട്ടോ. 32x raised to 5. ഓക്കെ ഈക്വൽ ടു മൾട്ടിപ്ലൈ ഒന്ന് അറേഞ്ച് ചെയ്തേക്കാം. 1 into 1 1 മ്യൂട്ട് ചെയ്യടാ 1 മൈനസ് 5 into 1 into 2x 10x പ്ലസ് 4x square into 1 into 10 40x square minus 8 into 10 80x cube plus 5 into 16 80x raised to 4 minus 32x raised to 5. 1 minus 10x plus 40x square minus 80x cube plus 8x raised to 4 minus 32x raised to 5. ഓക്കെ, ഇതാണ് കേട്ടോ ആൻസർ. ചെയ്തോളുക, തന്നെ ചെയ്തു നോക്കുക. ബോർഡിൽ നോക്കി എഴുതാണ്ട് തന്നെ ചെയ്തു നോക്കി. തന്നെ ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ബോർഡിൽ നോക്കുക. ബോർഡിൽ നോക്കി പകർത്തല്ലേ, തന്നെ ചെയ്യുക. കഴിഞ്ഞവർക്ക് അടുത്ത് ചെയ്യാം കേട്ടോ. കഴിഞ്ഞവർക്ക് അടുത്ത് ചെയ്തു പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാം.
ഹലോ, ഓക്കെ. പെട്ടെന്ന് പറ. സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ആദ്യ റെസ്പോണ്ട് ചെയ്തോളെ. സാർ കേക്കാം. കംപ്ലീറ്റ് ചെയ്തായിരുന്നോ അതാ? ബോർഡ് പോയി. സാർ സ്ക്രീൻ പ്രസന്റ് ചെയ്യണ്ടോ? സ്ക്രീൻ ഇപ്പൊ തന്നെ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഇവിടെ പോയതായിരുന്നു. സ്ക്രീൻ ഇപ്പോൾ പ്രസന്റ് ചെയ്യാം. നിങ്ങൾ എഴുതി കഴിഞ്ഞായിരുന്നോ? കിട്ടിയോ നോക്കിയേ. കിട്ടിയില്ലേ? ഇല്ല. ശരി. അടുത്ത് ചെയ്തോളൂ കേട്ടോ. അടുത്ത് ചെയ്തോളുക. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2/x മൈനസ് x/2. എല്ലാവരും ചെയ്യുമായിരിക്കും. 2/x മൈനസ് x/2 the whole raised to 5. 2/x മൈനസ് x/2 the whole raised to 5 equal to, നടുക്ക് മൈനസ് ആട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. പവർ 5 ആണ്, നടുക്ക് മൈനസ് ആണ്. പവർ 5 ആണ്, നടുക്ക് മൈനസ് ആണ്. എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ അഷ്കറെ. സാർ പറഞ്ഞോടാ. a raised to 5 minus 5 into a raised to 4 into b plus 10 into a raised to 3 into b raised to 2. അല്ല, മൊത്തം പറയണം. NC0 എല്ലാ സ്റ്റെപ്പും വേണം നമുക്ക്. NC0 NC0 എയും ബി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. NC0 ഇവിടെ എത്രയാ? N5. അപ്പൊ 5C0 കേട്ടോ. 5C0 2/x raised to 5 2/x raised to 5 minus 5 into 5C1 5C1 2/x raised to 4 into x/2 2x raised to 4 into x/2. ശരി. plus 5C2 2/x raised to 3 into x/2 raised to 2 x/2 raised to 2 minus 5C3 2/x raised to 2 2/x raised to 2 x/2 raised to 3 x/2 raised to 3 plus 5C4 2/x into x/2 raised to 4 plus x/2 raised to 5 അല്ല മൈനസ് 5C5 x/2 raised to 5. ശരി. x/2 raised to 5. എഴുതുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞോളൂ മക്കളെ. എഴുതുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളണം. തെറ്റിന് ആർക്കാളും നമുക്ക് കറക്റ്റ് ചെയ്യാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞോളണം. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5C0 1 ആണ്. 1 2/x raised to 5 അതെന്ത് വരും? 5C0 1 2/x the whole raised to 5 ന്റെ വാല്യൂ എത്ര വരും? എത്ര ആദ്യ? 2/x the whole raised to 5 32/x ആണ്. 32/x. എങ്ങനെ 232 ആയേ?
ആദ്യ 2-ന് 32 ഒക്കെ എങ്ങനെയാ? 2 whole raised to 5 അല്ലേ? ആ, അപ്പൊ താഴെയുള്ള എക്സോ, എക്സിനില്ലേ? അപ്പൊ x raised to 5. x raised to 5 വേണ്ടേ? ആ, പിന്നെ അതാരാ പറയണേ? 32 by x raised to, അത് രണ്ടുപേർക്കുണ്ടെന്നേ. ആ 5 രണ്ടുപേർക്കും ബാധകമാണ്. 32-നും ബാധകമാണ്, 2-നും ബാധകമാണ്, എക്സിനും ബാധകമാണ്. അപ്പൊ 32 by x raised to 5 മൈനസ് 5c1 5 2 by x raised to 4 2 by x raised to 4 അതെന്ത് വരും? 2 by x raised to 4 ഷാഹിൻ ഷാ സർ ആ പറയടാ, എത്രയാന്നാ? 2 by x the whole raised to 4 ന്റെ വാല്യൂ പെട്ടെന്ന് പറയടാ. 2 by x the whole raised to 4 ഇവിടെ എത്ര എഴുതണം? 2 by x the whole raised to 5 ഇവിടെ എഴുതിയിട്ടുണ്ട് 32 by x raised to 5 എന്ന്. അതുപോലെ അമൻ, അതിന്റെ കണക്കല്ല. അമൻ ഏതായിരുന്നു? 2 by x the whole raised to 4 2 by x whole raised to 4 അല്ലേ? 16 by x raised to 4 16 by x raised to 4 into x by 2. അടുത്തതിനകത്ത് 5c2 10 2 by x the whole cube അത് എത്ര വരും? 2 by x the whole cube അൽസാഫേ? yes sir. 2 by x the whole cube 8 by x cube അല്ലേ? 8 by x cube into x by 2 ന്റെ സ്ക്വയർ ഉണ്ട് കേട്ടോ. അപ്പോൾ x square by 4 മൈനസ് 5c3 10 into 2 square 4 by x square into x cube by 2 cube 8 പ്ലസ് അടുത്ത ടേം എത്രയാണെന്ന് പറഞ്ഞു തന്നെ ഹാഷിമേ? സെക്കൻഡ് ലാസ്റ്റ് ടേം എത്രയായിരിക്കും ഹാഷിമേ? ഇത് എത്രയാന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു തന്നെ? ഇതല്ലേ 5 raised to 4 ന്റെ? 5c4 എത്രയാ? 5c4 is equal to 1. 1. 5c5 അല്ല 5c4 is equal to 5. നിങ്ങൾ ശ്രദ്ധിച്ച് ചേട്ടി തോരണ എഴുതണം മാറിപ്പോയി കഴിഞ്ഞാൽ മുഴുവൻ തെറ്റിപ്പോയി കേട്ടോ. നിങ്ങൾ ഒരെണ്ണം കൊടുക്കണം തെറ്റിക്കഴിഞ്ഞാൽ മുഴുവനും തെറ്റായി പോകുമല്ലോ. 5c4 equal to 5. അടുത്തത് ഇൻറ്റു എന്തൊക്കെയാണെന്ന് പറഞ്ഞു? 2 by x ഇൻറ്റു x4 x raised to 4 by 4 into 2 x raised to 4 by 16. ശരി. മൈനസ് 5c5 1 x raised to 5 by 2 raised to 5 32. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അറേഞ്ച് ചെയ്യുക, ക്യാൻസൽ ചെയ്ത് കളയാനിലേക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഈക്വൽ ടു ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തന്നീ. ജമീലത്തെ 32 by x raised to 5 minus ക്യാൻസൽ ചെയ്ത് കട്ടാവും അതൊക്കെ കളഞ്ഞോ. 216 കട്ടാവും. അപ്പോ 8 ആവും അവിടെ. പിന്നെ 5 into 8 എത്ര വരും? 8 by x raised to 4 x raised to 4ഉം x ഒക്കെ ക്യാൻസൽ ആവൂലേ? ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് പറഞ്ഞാൽ മതി. സാർ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. ചെയ്ത് പറഞ്ഞ മോളെ കുഴപ്പമില്ല. ഇവിടെ ക്യാൻസൽ ചെയ്തൊക്കെ പറഞ്ഞോ. ഇനി വേറെ സമയം എന്തിനാ? 5 into
8 by 5 into 8 എത്രയാ? 5 into 8 40. 40. ഇനി വേറെ സ്റ്റെപ്പ് ഒന്നും വേണ്ട. 40 by x cube. 40 by x cube. അടുത്തത് Plus. Plus 8 and 4 cancel. 8 4 ക്യാൻസൽ ചെയ്താൽ മുകളിൽ 2 വരും. 20 by x. x. ഓക്കെ. മൈനസ് അടുത്തത്. ഇവിടെ 4 8 കട്ട് 4 ചെയ്ത് കളയാം. താഴെ 2 വരും. 2 ഉം 10 ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ 5 വരും. 5 by 5x. 5x. മുകളിലല്ലേ x? മുകളിലെ x. ശരി. അടുത്തത് പ്ലസ് 16 2 cancel out. 5 by 8 വരില്ലേ? അതെ. 5 by 8. ഇനി x ഉം x raised to 4 ഉം x cube വരും. x cube minus 32. x raised to 5 by 32. ഓക്കെ. അടുത്ത ചെയ്തോട്ടോ. അടുത്ത 2x minus 3 the whole raised to 6. 2x minus 3 the whole raised to 6. ഒരു ടേം കൂടുന്നുള്ളൂ, കുറച്ചുകൂടി എളുപ്പ. 2x minus 3 the whole raised to 6. Question number 3. 2x minus 3 the whole raised to 6. Vishale. 6c0 into 6c0 into minus 6c0 into 2x raised to 6. 2x raised to 6. Minus. Okay. ഇവിടെ 6c1 into 2x raised to 5. Okay. into മറ്റേത് അല്ല 3 പ്ലസ് 6c2 നിൽക്കട്ടെ സാറേ. ഇവിടെ പറയടാ. 6c2 into 2x raised to 4. ശരി. into 3 square. ഓക്കെ. അടുത്ത ടൈം മൈനസ് 6c3 ഓക്കെ into 2x raised to 3 into 3 cube. ഓക്കെ. പ്ലസ് 6c4 into 2x square 3 raised to 4 onto c plus minus 6c5 into 2x into 3 raised to 5. Okay. Plus 6c6 3 raised to 6. 3 raised to 6. Plus minus plus minus plus minus plus. ശരി. വാല്യൂസ് ഒക്കെ കൊടുത്തോ.
മുവാദേ ആ പറഞ്ഞോടാ. 1 into 1 into ഒരു സെക്കൻഡ് പറഞ്ഞോ. ഓക്കെ, 1 into 64 x raised to 6. മനസ്സിലായില്ലോടാ? 64 എന്നാണ് പറഞ്ഞത്. 64 അല്ലേ? ഞാൻ 6C4 എന്നാ കേട്ടെ. 64നെ 6C4 എന്നാ കേട്ടെ. ശരി, കേട്ടതിന്റെ കുഴപ്പ. 2 raised to 6 അല്ലേ? 64 x raised to 6 ശരി, minus 6 into 6 even 6 32 x raised to 5 32 x raised to 5 into 3 plus 15 into 15 6 5 30 2 15. ഓക്കെ, 15 into 16 x raised to 4 into 9. ഓക്കെ, അടുത്തത് മൈനസ് എത്രയാണ്? 63 6 into 5 into 4 by 2 into 3 20 into 8 x cube. ഓക്കെ, into 27. ഓക്കെ, പ്ലസ് 6C4 6C2 തുല്യാന്നേ. 6 കിട്ടിയാ പോരെ? 6C4 6C2 അങ്ങനെ ചിന്തിക്കുന്നു. 15 നേരെ മുകളിലേക്ക് പോയിട്ട് മാക്സിമത്തിൽ എത്തിയിട്ട് നേരെ പുറകോട്ട് തിരിച്ചു വരും. 15 4x square into 81 minus 6 into 2x into 3 raised to 5 243. ശരി, 243 മൈനസ് പ്ലസ് പ്ലസ് ശരിയാടാ, പ്ലസ് 1 into 3 raised to 6 729 ആണോ? അതെ, 729. ശരി, ഇനി മൾട്ടിപ്ലൈ ചെയ്യാനിലേക്ക് മൾട്ടിപ്ലൈ തന്നെ എഴുതിക്കോട്ടോ. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാണ്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഏതെങ്കിലും സ്റ്റെപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ചോദിച്ചോളണം. എന്തൊരു എന്റെ ഫൈനൽ ആൻസർ കിട്ടിയോ ഫീസ? 64 x raised to 6 minus 576 x raised to 5 ഓക്കെ പ്ലസ് ബാക്കി ചെയ്തുകൊണ്ടിരിക്കുക. ശരി, കംപ്ലീറ്റ് ചെയ്തേ ഫാത്തിമ. 2160 x raised to 4 2160 60 അല്ലേ? 60 16 60 x raised to 4 minus 4320 x raised to 3 4320 x raised to 3 ശരി, പിന്നെ plus 4860 x raised to 2 minus 2916 16 x plus 729 നോക്കുക കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞാലേ നമുക്ക് ചെക്ക് ചെയ്യാം. ആരുടെയാണെന്ന് നോക്കാം. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കാം.
ആൻസർ കിട്ടിയോ അമിന? അമിന അടുത്തിലേക്ക് പോവാം. അടുത്തത് x/3 plus 1/x the whole raised to 5. x/3 plus 1/x the whole raised to 5. ചെയ്തോളൂ കേട്ടോ. x/3 plus 1/x the whole raised to 5. തന്നെ ചെയ്യുക കേട്ടോ, തന്നെ ചെയ്യുക, പെട്ടെന്ന് ചെയ്യുക. ഫൈവ് ആണ് ഇവിടെ. 5C0 x/3 raised to 5 പ്ലസ്. ഇവിടെ നടുക്ക് പ്ലസ് ആട്ടോ മക്കളെ, നടുക്ക് പ്ലസ് ആണ്. അപ്പൊ എല്ലാ ടൈമും പ്ലസ് ആവും. നടുക്ക് പ്ലസ് ആയതുകൊണ്ട് എല്ലാ ടൈമും പ്ലസ്. ഓക്കെ, പറഞ്ഞ ആദ്യ 5C1 x/3 whole raised to 4 1/x whole raised to 1/x plus 5C2 x/3 whole raised to 3 1/x whole raised to 2 plus 5C3 x/3 whole raised to 2 1/x പറഞ്ഞോ whole raised to 3 plus 5C4 x/3 whole raised to 1/x whole raised to 4 plus 5C5 1/x whole raised to 5. ശരി ശരി ശരി. വാല്യൂ സെക്കൻഡ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുക കേട്ടോ. എന്ത് കിട്ടി അന്ന? ചെയ്തോണ്ടിരിക്കുക സർ. ശരി, സ്പീഡിലാവട്ടെ. ഫൈവ് C0 1 ആണ്. x raised to 5 by 3 raised to 5 81 into 3 243 അല്ലേ? 5C1 5 x raised to 4 by 81 into 1/x 5C2 10 x cube by 27 into 1/x square 5C3 10 x square by 9 into 1/x cube 5C4 5 x/3 into 1/x raised to 4 5C5 1. കിട്ടിയോ? ആൻസർ കിട്ടിയോ?
ഞാൻ സിംപ്ലിഫൈ ചെയ്തോണ്ടിരിക്കുക സർ. 10x/27 കട്ട് ചെയ്ത് കളഞ്ഞു എക്സ്. ആൻസർ കിട്ടിക്കാൻ പറഞ്ഞു കേട്ടോ. ക്രിസ്തുവിനെ കംപ്ലീറ്റ് ആയോ? എന്താണ് ആൻസർ കിട്ടിയേ നോക്കട്ടെ. x⁵5/243 plus 5 into x⁵3/81 plus 10 into x/27 ശരി plus x/9x. x/9x like 10/9x. 10/9x plus 5/3 x⁵3 plus 1/x⁵5 ആണോ? വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. വ്യത്യാസം ഉണ്ടെങ്കിൽ പറയുക. എല്ലാം ചെയ്തോ അങ്ങ് പ്രാക്ടീസ് ആവട്ടെ. ഒരെണ്ണോടെ ഉള്ളൂ കേട്ടോ ടൈപ്പ്. അടുത്തങ്ങോട്ട് അങ്ങ് ചെയ്തേ, പിന്നെ വേറെ ടൈപ്പിലേക്ക് മാറും. അടുത്തത് x+1/x⁴6. x+1/x⁴6. x+1/x⁴6 equal to നോക്കിയാലോ? ആരാ പറയണേ? ശരി, അഷ്കറെ പറഞ്ഞോ. 6C1 അല്ല 6C0 x⁵6 plus 6C1 x⁵5 into 1/x 6C3 ഇത് കുറച്ചുകൂടി എളുപ്പാട്ടോ. 6C2 into x⁴ into 1/x⁴2 ശരി 1/x⁴2 plus 6C3 into x⁵3 into 1/x⁴3 ശരി plus 6C4 into x⁵2 into 1/x⁴4 1/x⁴4 ശരി plus 6C5 into x into 1/x⁴5 plus 6C6 into 1/x⁴6 ശരി equal to
പറഞ്ഞേ സാറാ. ബാക്കി സാറാ. 1 into x raised to 6 plus 1 into x raised to 6. Okay, x raised to 6 plus 6 into x raised to 5 1 by x. Okay, plus 15 into x 15 into x raised to 4 into 1 by x square. Okay. 20 plus 20 x cube whole 1 by x cube 1 by x cube. ശരി. plus 50 x square 1 by 2 1 by x square 1 by x square. അതെങ്ങനെയാ മോളെ? ഈ ടൈം ഒന്നും പറഞ്ഞേ. 64 15 50x 1 by x raised to 2. അതെങ്ങനെ കിട്ടേ? ആ ടൈം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അന്ന് വായിച്ചേ. അതിന് മുമ്പിലത്തെ സ്റ്റെപ്പ് എഴുതിയേക്കണെന്ന് വായിച്ചേ സാറാ. ഉറക്കെ വായിച്ചേ. 4 sorry x raised to 4 x raised to 4 plus 6x 1 by x raised to 5 okay plus 1 by x raised to 6 equal to cancel ചെയ്താലൊക്കെ cancel ചെയ്തേക്കുക. x raised to 6 ഒരു x വെട്ടി പോവും. 6x raised to 4 plus 15x square plus 20 plus 15 by x square plus 6 by x raised to 4 plus 1 by x raised to 6. ആണോ? ആണോ ജമീലത്തെ? അതെ. ശരി. ഇപ്പൊ നമ്മളെ ക്ലാസ് തുടങ്ങിയേക്കാളും നമ്മൾ ആദ്യം കണ്ടേക്കാലും കേട്ടോ, ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടേക്കാലും നിങ്ങളുടെ ന്യൂമറിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഫസ്റ്റ് ക്ലാസ്സിലെ നമ്മൾ തുടങ്ങിയേക്കാലും ഇപ്പൊ ഇത്ര എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന്, മാത്തമാറ്റിക്സിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇമ്പ്രൂവ് ആയി എന്നുള്ളവരുന്ന് കൈപൊക്കി. കൈ ദൂരെ കൊണ്ടേ പൊക്കി, എനിക്ക് കാണാൻ പാടില്ല കേട്ടോ. കൈ മുഖത്തിന്റെ അടുത്തായിട്ട് വെക്കണേ. ശരി ശരി, ഓക്കെ ഓക്കെ, താത്തിട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോരെ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 6. നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് മാറ്റങ്ങൾ തോന്നി കാൽക്കുലേഷനകത്ത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഗുഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. 96 the whole cube. 96 the whole cube ആണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. എങ്ങനെയാണ് ഇപ്പൊ ചെയ്യേണ്ടതൊക്കെ? ചുമ്മാ കാൽക്കുലേറ്റർ കണ്ടുകൊടുത്താൽ പോരാ കേട്ടോ. കാൽക്കുലേറ്ററിൽ അടിച്ച് ക്യൂബ് കണ്ടുപിടിച്ച് വെച്ചാൽ പോരാ. അവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന്. യൂസിങ് ബൈനോമിയൽ തിയറം ഇവാലുവേറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് എന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. 96 the whole cube ആണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് 96 the whole cube കാണുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 6. 96 the whole cube.
ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കണത് കേട്ടോ. ബൈനോമിയൽ തിയറം ചെയ്യണമെങ്കിൽ 2 ടേം വേണ്ടേ? എ ബി എന്ന് 2 ടേം വേണം. എ ബി എന്ന് 2 ടേം ഉണ്ടെങ്കിൽ നമുക്ക് ബൈനോമിയൽ തിയറം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എങ്ങനെ അത് അറേഞ്ച് ചെയ്തെഴുതും? 96 ദ ഹോൾ റേസ്ഡ് ക്യൂബ്. 96നെ എങ്ങനെ അറേഞ്ച് ചെയ്തെഴുതും? ഓക്കെ, ഒത്തിരി കൈകളുണ്ട്. അംജിത്ത് അതിന്റെ ആൻസർ കേൾക്കട്ടെ ആദ്യം. 90 plus 6 the whole cube. 90 പ്ലസ്, ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം കേട്ടോ. 90 plus 6 the whole cube. അതാണ് അംജിത്തിന്റെ ആൻസർ. 90 plus 6 the whole cube എന്ന് എഴുതിയിട്ട് ചെയ്യാം. ശരി, വേറെ ആൻസർ ഉണ്ടോ? അത് എല്ലാവരും ഈ അഭിപ്രായക്കാരാണോ? റിസ്വിനെ, നിന്റെ ആൻസർ എന്താ? 96 plus 0. 96 plus 0. 96 plus 0 എന്ന് എഴുതാന്നാണ് അവന്റെ അഭിപ്രായം. 96 plus 0 the whole cube. Sir, 100 minus 4 the whole cube എന്ന് എഴുതാം. 100 minus 4 cube എന്ന് എഴുതണം. നോക്കാം, ശരിയാണ്. 100 minus 4 cube എഴുതാം. 100 minus 4 cube എന്ന് എഴുതാം കേട്ടോ. 100 minus 4 cube അത് തന്നെയാണ്. പിന്നെ ഇതെല്ലാം ശരിയാട്ടോ, എല്ലാം ശരിയാണ്. പിന്നെ വേറെ അഭിപ്രായം ഉണ്ടോ? ഇത്രയും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളോ? പല രീതിയിൽ എഴുതാം കേട്ടോ, ഒത്തിരി രീതിയിൽ എഴുതാം. നമുക്ക് ഏതാണ് എളുപ്പം അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. വേണമെങ്കിൽ 80 plus 16 എന്ന് എഴുതാം, 96 ആവുമല്ലോ. എങ്ങനെ കൂട്ടിയാലും 96 ആവും. ശരിയല്ലേ? 80 plus 16 എന്ന് വേണമെങ്കിൽ എഴുതാം. ചിലപ്പോൾ 50 plus 46 എന്ന് എഴുതാം, അല്ലെങ്കിൽ 30 plus 66 എന്ന് എഴുതാം, വേണമെങ്കിൽ 102 minus 6 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ, നമുക്ക് ചെയ്യാൻ എളുപ്പം. ഇത് നിങ്ങൾ വേറെ അഭിപ്രായങ്ങളൊന്നും പറയാത്തോണ്ട് ഇതിനകത്ത് ഒരെണ്ണമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് ഒരെണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്. ഏതായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ഇതിൽ ഒരെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഏതായിരിക്കും എന്ന് പറയാമോ? ജമീലത്തെ എന്താ ജമീലത്തിന്റെ അഭിപ്രായം? ഏത് വെച്ചായിരിക്കും ചെയ്യണത്? 100 minus 4. എന്തുകൊണ്ടായിരിക്കും അതെന്ന് തോന്നിയത്? എനിക്ക് അതാ തോന്നി. ചുമ്മാ അങ്ങ് തോന്നി, അതൊക്കെ പറഞ്ഞു അല്ലേ? ശരി, ജമീലത്തിന് അങ്ങനെയാണ് തോന്നിയത്. എല്ലാരും 100 minus 4ന്റെ ആൾക്കാരാണോ? റസ്വിനെ, നിനക്ക് എന്താ തോന്നേ? 96 plus 0. 96 plus 0. അവൻ അതിൽ ഉറച്ചു വെക്കുക. 96 plus 0 എന്താ ഫിദയ്ക്ക് തോന്നണേ? ഏത് ചെയ്യുമായിരിക്കും നല്ലത് നമുക്ക്? 100 minus 4. 100 minus 4. റിസ്വിനെ 100 minus 4 ആണ് കേട്ടോ ചെയ്യുന്നത്. 100 minus 4 ആണ് ചെയ്യുന്നത്. മറ്റേ ചെയ്താലും ആൻസർ കിട്ടും. ആൻസർ കിട്ടലായി ഒന്നുമില്ല. പക്ഷെ നമുക്ക് കാൽക്കുലേഷൻ എപ്പോഴും എളുപ്പം 100ന്റെ പവർ എഴുതാൻ എളുപ്പമല്ലേ? 100ന്റെ സ്ക്വയർ, 100ന്റെ ക്യൂബ്, 100 raised to 4 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യൂബ് വരെ ഉള്ളൂ. നമുക്ക് അത് എഴുതാനായിരിക്കും എളുപ്പം. 100 100ഓ 10ഓ 100ഓ 1000 ഒക്കെ ആയിട്ട് വന്ന് അതിന്റെ പവർ എഴുതാൻ നമുക്ക് എളുപ്പമായിരിക്കും. 96 ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർക്ക് ഉപയോഗിക്കണം. ഉപയോഗിച്ചോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പം ഒന്നും ഇല്ല അതിൽ. പക്ഷെ നമുക്ക് ചെയ്യാൻ എളുപ്പം എപ്പോഴും എന്തായിരിക്കും? 100 minus 4 ആണ് കേട്ടോ. അതാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. 100ലേക്കോ 10ലേക്കോ 1000ലേക്കോ അങ്ങനെ അടുത്തുള്ള 0 വരുന്നതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. 100 minus 4 the whole cube എന്നാക്കി. ഇനി ബൈനോമിയൽ തിയറം പറഞ്ഞേ. 100 minus 4 the whole cube-ന്റെ അതാണെങ്കിൽ ബൈനോമിയൽ തിയറം നമുക്ക് എങ്ങനെ കൊടുക്കാം? എന്തായിരിക്കും അതിനനുസൃതമായിട്ട് ബൈനോമിയൽ തിയറം? അൽസഫേ പറഞ്ഞോടാ. 3C0 100 raised to 3 minus 3C1 100 raised to 99 100 raised to 2 sorry 2 100 raised to 2 into 4 plus
3C2 100 into 4 square 3C3 plus 3C3 100 raised to negative 1. 100 raised to negative 1 ഞാൻ ഇത്ര നേരം കളച്ചുകൊണ്ടിരുന്നൊക്കെ വെറുതെ പോയില്ലടാ. മാർക്ക് പോയതാ. നീ 0 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, നെഗറ്റീവ് പറയാൻ പോയത് ചതിയായി പോയി കേട്ടോ. 4 ക്യൂബ് 3C0 പറഞ്ഞോടാ. ഇവിടെ മൈനസ് അല്ലേ വരുള്ളൂ? മൈനസ് വരുള്ളൂ. പ്ലസ് മൈനസ് അവസാനത്തേത് മൈനസ് ആണ്. ശരിയാട്ടോ, മൈനസ് ആണ്. ഞാൻ ഇടയ്ക്ക് എഴുതി പോയപ്പോ മൈനസ് വിട്ടുപോയായിരുന്നു. മൈനസേ വരുള്ളൂ, നടുക്ക് മൈനസ് ആയതുകൊണ്ട് പ്ലസ് മൈനസ്. ഓക്കെ, ഗുഡ്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 3C0 എത്രയാത്? 3C0 അസ്ലമേ പറഞ്ഞു. അസ്ലമേ 1. 100 raised to 3 എത്ര വരും? എത്ര 0 എന്ന് പറഞ്ഞാൽ മതി. 6. ശരി. മൈനസ് 3C1 3. 100 സ്ക്വയർ 4 0. ഇൻറ്റു ഇടണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുമിച്ച് വായിച്ചാലോ. 4 0 ഇൻറ്റു 4 പ്ലസ് 3C2 3 ഇൻറ്റു 100 ഇൻറ്റു 4 സ്ക്വയർ 16. 3C3 1 ഇൻറ്റു 4 ക്യൂബ് 64. 1 2 3 4 5 6 മൈനസ് 3 4 12. 1 2 3 4 0 1 2 3 4 പ്ലസ് 4800 മൈനസ് 64. ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുവാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ കൊടുത്ത ആൻസർ ഡയറക്റ്റ് കിട്ടിക്കോളും. രണ്ടും സെയിം ആണോ എന്ന് നോക്കിയാലേ കേട്ടോ. സെയിം ആണെന്നൊന്ന് ചെക്ക് ചെയ്തേരെ. നമ്മൾ ബൈനോമിയൽ തിയറി ഉപയോഗിച്ചപ്പോൾ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. എത്രതിന്റെ ആൻസർ കിട്ടണത്? എത്ര ലുക്മാനെ? 5 lakh. 5 lakh 816. 816. നീ ഡിജിറ്റ്സ് പറഞ്ഞേ. 5 0 0 816. 0 0 8 16. 816. സാധ്യത കുറവാലോടാ. ഇതാണ് ഉള്ള ആൻസർ. 8 lakh ആണോ? 8 lakh. Sir, 8,84,736. 8 lakh 84,736. ഇതാണോ നിങ്ങളുടെ ആൻസർ? 884736. ശരി. ആദ്യം പറഞ്ഞ തെറ്റാട്ടാ, നിന്റെ കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു നോക്കിയേ. 96 × 96 × 96 ഇതാണോ നോക്കിയേ. നമ്മൾ ചെയ്തേക്കണത് ശരിയാണോന്ന് അറിയാലോ. 96 × 96 × 96 ഇത് കിട്ടുമോ നോക്കി. കറക്റ്റ് ആണ്. ശരി, അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. 96 × 96 × 96. ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്തോളൂ കേട്ടോ. 102 raised to 5. 102 raised to 5. 102 raised to 5.
102 raised to 5. ഇത് നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെയാ മെറിനെ? 100 plus 2 100 plus 2 raised to 5. Raised to 5. 100 plus 2 raised to 5. ഓക്കെ, ചെയ്തോട്ടോ. 100 plus 2 the whole raised to 5. C0 100 raised to 5. ഇവിടെ നടക്ക് പ്ലസ് ആട്ടോ, അപ്പൊ എല്ലാ ടൈമും പ്ലസ് ആവും. 5C1 100 raised to 4 2. 5C2 100 cube 2 square. 5C3 100 square 2 cube. 5C4 100 2 raised to 4. 5C5 2 raised to 5. Five C 0 1 വരും. 100 raised to 5. 1 2 3 4 5 6 7 8 9 10. എണ്ണിട്ടോട്ടോ 0. എണ്ണിട്ടോളണം. 5C1 5 into 100 raised to 4 8 0. 5 6 7 8 into 2. 5C2 10. 100 ക്യൂബ് 6 0 വരും. into 4 plus 5C3 10. 100 square 4 0 4. 2 cube 8. 5C4 5. 100 2 raised to 4 16. 5C5 1 into 2 raised to 5 32. This is equal to 10 0 അല്ലേ? 1 2 3 4 10 പ്ലസ് 8 8 0 അല്ലേ? 1 2 3 4 5 6 7 8 പ്ലസ് 40 പിന്നെ 6 0 1 2 3 4 5 6. എണ്ണിട്ടോളനെ 80 4 0 1 2 3 4. 500 ഗുണം 16 16 80 80 2 0 അധികം 32 ഈക്വൽ ടു. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാട്ടോ. എല്ലാവരുടെയും 0ന്റെ എണ്ണമൊക്കെ ശരിയാണെങ്കിലാണ് ആൻസർ ഒരുപോലെ വരുള്ളൂ. 0ന്റെ എണ്ണമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ആൻസർ ഒരുപോലെ വരില്ല. സാറേ ഈ 5 ഇൻറ്റു അങ്ങനെ 8 ആയത് 5 ഇൻറ്റു മാറിപ്പോയുണ്ടോ നോക്കാം. എവിടെയാടാ? 5 into 100 into 16 ഇല്ലേ? അതല്ല 16 5 80 ആവില്ലേ? അതല്ല സാറേ, മറ്റേ മേളിൽ കിടക്കണ
സാറ് സെക്കൻഡ് ടേമില് 5 into 2 സെക്കൻഡ് അല്ലേ? മാറിപ്പോയി അല്ലേ? ഓക്കെ മാറിപ്പോയി. 5 into 2 ആയിരുന്നല്ലോ അല്ലേ? ഓക്കെ അതെനിക്ക് മാറിപ്പോയി. 5 into 2 10 ആണ്. അപ്പൊ ഇത് 8ന് പകരം 10 വരും ഇവിടെ കേട്ടോ. 8ന് പകരം 10 വരും. അപ്പോൾ അവിടെ 9 0 വരും അല്ലേ? 9 0 വരും, 10 ആവും. ഓക്കെ, എനിക്ക് മാറിപ്പോയതാ. രണ്ട് 4 6 8 സെക്കൻഡ് ടോപ്പിലെ 10 2 4 6 8 10 11 തെറ്റുണ്ടല്ലോ. 2 4 6 8 5 0 നോക്കാം. എത്ര കിട്ടിയ ആൻസർ? ആരാ പറഞ്ഞേ? പറഞ്ഞോ സാറാ. 11 04 08 08 0. ഞാൻ എഴുതട്ടെ 11 04 04 08 08 08 08 032. 032. ഇതാണോ ആൻസർ? നോക്കി. ഇതാണോ കിട്ടിയേക്കണേ? ആണോ മിഷാലെ? ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ചെയ്ത് കഴിഞ്ഞിട്ടില്ല? ഇല്ല. ചെയ്ത് കഴിഞ്ഞവരുന്ന് കൈവയ്ക്കേ. ഓക്കെ ശരി. ഇത് നമുക്കേ എട്ടാമത്തത് 101 raised to 4 ഒമ്പതാമത്തെ 99 raised to 5 നമുക്ക് 9 ചെയ്യാട്ടോ. ഞാൻ 8 ഒഴിവാക്കി. 9 ചെയ്യാൻ തൽക്കാലം. 9 99 raised to 5. 8 ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. 9 ചെയ്യാം. 99 raised to 5. Question number 9. 99 raised to 5. എങ്ങനെ എഴുതാം 99 raised to 5-നെ? ഇനി ഹാഷിമേ. 100 minus 1 raised to 5. 100 minus 1 raised to 5. ശരി. 100 minus 1 raised to 5. അൽഫിയ വിയറെ പറഞ്ഞ അൽഫിയ. 5C0. 5C1. കേട്ടില്ല മോളെ? 5C0 100 raised to 5. പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് 5 5C1. കേൾക്കാൻ പാടില്ല മോളുടെ സൗണ്ട് അത്ര ക്ലിയർ അല്ല. 5C1 100 raised to 1 plus 5C2. കേൾക്കാൻ പാടില്ല അൽഫിയ, ക്ലിയർ അല്ല അൽഫിയ. അമൻ മുഹമ്മദ്
അമൻ മുഹമ്മദ്. അമൻ ഇവിടെ ഇല്ലല്ലോ. ആ പറയടാ. ഏതായിരുന്നു? നീ എവിടെയായിരുന്നു? എനിക്ക് മുത്തുകൈന്ന് കോള് വന്നു, അതാ ആ ഞാൻ എടുത്തു. അതുകൊണ്ട് എവിടെയാന്ന് കോൾ എടുത്തു, അപ്പൊ ഉണ്ടായിരുന്നില്ല ക്ലാസ്സില്. 100 - 1 raised to 5 എക്സ്പാൻഷൻ പറയാൻ. 100 - 1 raised to 5 എക്സ്പാൻഷൻ. അത് 5C1 100 raised to 4 1 plus 5C2 100 raised to 3 1 square. പിന്നെ 5C3 100 raised to 2 1 cube. ഓക്കെ. 5C4 സൈൻ പറ. പ്ലസ് 5C4 100 1 raised to 4 minus 5C5 1 raised to 5. ശരി, 1 raised to 5. കംപ്ലീറ്റ് ചെയ്തോട്ടോ. എത്ര വരും ഹാഷിമ ആയിരത്തിന്റെ വാല്യൂ? അല്ല 1 ഇട്ടിട്ട് 10 0. ശരി. അടുത്തതോ ഹാഷിമേ? -5 into 1 ഇട്ടിട്ട് 8 0. 1 2 3 4 5 6 7 8 0. ശരി. പ്ലസ് 5C2. 5C2ന്റെ വാല്യൂ എത്ര വരും? ഷാഹിൻ ഷാ, 5C2 എത്രടാ? ഷാഹിൻ ഷാ 10 അല്ലേ? 10. ബാക്കി പറഞ്ഞേ. 10 into 100 raised to 3 എത്ര വരും? എത്ര പൂജ്യം വേണം? 100 into 100 raised to 3 എത്ര പൂജ്യം വേണമെന്ന്? 6. നീ ഇടയ്ക്ക് 5 പറഞ്ഞ പോലെ എനിക്ക് തോന്നിയായിരുന്നു. 6. 1 cube 1 തന്നെ കേട്ടോ. പ്ലസ് 5C4. 5C4 എത്ര വരും ഫിദ? ഏതാ? 5C3 അല്ലേ ഇതിനകത്ത്? 5C3 മാറിപ്പോണ്ടോ? അല്ല, ഇപ്പൊ സാറ് ചോദിച്ച 5C4 അല്ലേ? ഒരു ടേം അല്ലേ? ഓക്കെ. 5C3 എഴുതേണ്ടത്. 5C3 ആണ്. ഫിദ പറഞ്ഞ ഫിദ. 10. ഓക്കെ. 10 into 100 square 4 0. ഓക്കെ. അടുത്ത 5C4 5 into 100 മൈനസ്, ശരിയല്ലേ? പ്ലസ് മൈനസ് 5C5 1 ആണ്. 1 raised to 5 1 ആണ്. ഈക്വൽ ടു
4 5 6 7 8 9 10 5 8 0 1 2 3 4 5 6 7 8 അത് 10ഉം 6 0 ആകുമ്പോൾ 7 0 ആവും പ്ലസ് 1 1 2 3 4 5 6 7 മൈനസ് 10 1 2 3 4 പ്ലസ് 500 മൈനസ് 1. എത്ര കിട്ടും? എത്ര ഫിസ? 950 99 00 00 499. ഫാൻസി നമ്പർ ആലോ. ഇത് തന്നെയാണ് എല്ലാവരുടെ ആൻസർ നോക്കട്ടോ. 950 9900 499. കിട്ടിയോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 10 മുതലുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. സാർ ഞാൻ തുടക്കത്തിൽ ഇല്ലായിരുന്നു. അതിനകത്ത് നമ്മൾ ഒരു ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇത് നെഗറ്റീവ് ആയി കഴിയുമ്പോൾ നടുക്ക് നെഗറ്റീവ് ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് വേണം. പ്ലസ് ഓർ മൈനസ് ആയിരിക്കും. അതിന് ശേഷം ലാസ്റ്റ്